ജയ് മാതാ. ചരണം ശരണം രമാംബികേ, ചരണം ശരണം ത്രയംബകേ. കുടുംബത്തോടുള്ള ആസക്തിയിൽ മാത്രം അധിഷ്ഠിതമായ വെറുമൊരു ഗാർഹിക ജീവിതമല്ല അമ്മ വിഭാവനം ചെയ്യുന്ന ഗൃഹസ്ഥാശ്രമം. പരമസത്യമായ ബ്രഹ്മദർശനം സാധ്യമാക്കുന്നതിനുള്ള ഒരു ഒരുക്കമായിരിക്കണം നിങ്ങളുടെ കുടുംബജീവിതം. ഈശ്വരനുമായുള്ള ആനന്ദകരമായ സമാഗമത്തിലേക്കുള്ള നിങ്ങളുടെ ആത്മീയ സാധനയുടെ ഒരു ഘട്ടമായിരിക്കണം അത്. ഈശ്വരൻ്റെ സൃഷ്ടികളെ സേവിക്കുന്നതിനായിരിക്കണം അത് മാറ്റിവെക്കേണ്ടത്. എങ്കിൽ മാത്രമേ അതിനെ ഗൃഹസ്ഥാശ്രമം എന്ന പവിത്രമായ പേരിൽ വിളിക്കാൻ അർഹതയുള്ളൂ. അഹംഭാവത്തിൽ അധിഷ്ഠിതമായ നിങ്ങളുടെ ലൗകിക ജീവിതം ഈശ്വരനുമായുള്ള സമ്പർക്കത്തിൻ്റെ ദിവ്യ ജീവിതത്തിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ നിങ്ങൾ ഗൃഹസ്ഥാശ്രമം എന്ന പുണ്യമായ അവസ്ഥയിലേക്ക് പ്രവേശിക്കുന്നു. മനുഷ്യജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളും അവൻ്റെ ആഴത്തിലുള്ള അഭിനിവേശത്തിൻ്റെ, അതായത് പൂർണ്ണതയുടെ ദർശനത്തിനായുള്ള ആഗ്രഹത്തിൻ്റെ വെളിപ്പെടുത്തലുകളാണ്. സമർപ്പിതനായ ഒരു ഗൃഹസ്ഥൻ്റെ കുടുംബജീവിതവും പ്രകടിപ്പിക്കുന്നത് ഈ ആഗ്രഹത്തെയാണ്. ചരണം ശരണം രമാംബികേ, ചരണം ശരണം ത്രയംബകേ. ജയ് മാതാ.